അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. ഇതാ നമ്മൾ ഇന്നുണ്ടല്ലോ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഈ റവയായിട്ടുള്ള ഒരു അട. നമ്മളൊക്കെ ഒരുപാട് അടകൾ ഉണ്ടാക്കി തിന്നിട്ടുണ്ടാവും. ഇത് നമ്മളങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഒരു ഇത് ആളുകൾ നിങ്ങൾക്ക് അറിയില്ല. എന്നാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൽക്ക് ഇതാ ഒരു തേങ്ങ ചിരകിയതാണ്. ഇത് 300 ഗ്രാം റവ, അതേപോലെ തന്നെ 300 ഗ്രാം ശർക്കര പൊടിച്ചതാണ്. പിന്നെ ഇതാ ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാര കൂട്ടിയിട്ട്. ഇത്രയും സാധനം മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേക ഈ രുചിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നല്ല നെയ്യ് ഉണ്ടല്ലോ, ഒരു 2 സ്പൂണിൽ നമുക്കിത് വറുത്തെടുക്കാം. ഇതിലിങ്ങോട്ട് വറുത്തെടുത്താൽ എൻ്റെ മക്കളെ ഇതിൻ്റെ രുചി ഉണ്ടല്ലോ. നേരെ തീ വെച്ച് കൊടുക്കണേ. ഇത് വറുക്കാത്ത റവാണ്. വറുത്ത റവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നെയ്യിലുണ്ടല്ലോ ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ കരിഞ്ഞ് പോവാതെ നേരെ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ കേട്ടോ. ഈ റവൻ്റെ പച്ച ചുവന്ന് മാറണം കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഉണ്ടല്ലോ ഈ തേങ്ങയും റവയും കൂടി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. രണ്ടിൻ്റെ പച്ച ചുവന്ന് മാറി കിട്ടണം. ഇനി നമുക്ക് ഈ ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊക്കെ ശർക്കരൻ്റെ കഷ്ണം കടിക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഒരു ലേശ ഏലക്ക പൊടിച്ചത് ചേർത്തി കൊടുക്കുക. ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഈ ശർക്കര ഉണ്ടല്ലോ, ചക്കര പെട്ടെന്ന് ഇങ്ങോട്ട് അരിഞ്ഞ് കിട്ടും. നമുക്ക് ഒരു ശകലം ഉപ്പ്, ഇത് മധുരം ഉണ്ടല്ലോ ഒന്ന് നേരായി കിട്ടാൻ നമ്മൾ ഇടുന്നതാണ് കേട്ടോ. അത് ഏതിലായാലും നമ്മളൊരു പിച്ച് ഉപ്പ് ചേർത്തി കൊടുക്കണം. ഇത് ഇറക്കാൻ നേരത്ത് ഒരു ശകലം നെയ്യും കൂടി. ഇതാണ് ഇതിൻ്റെ നെയ്യാണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് വെള്ള ശർക്കര ആയ കാരണമാണ് ഇത്. പിന്നെ നമ്മൾ ചക്കര തന്നെ കറുപ്പ് കളറും വെള്ള കളറൊക്കെ ഉണ്ടാവും. പിന്നെ അതാണിത് കളറ് കുറവ് കേട്ടോ. ഇല്ലെങ്കിൽ കറുത്ത ചക്കര ആണെന്നുണ്ടെങ്കിൽ നല്ല കളറുണ്ടാവും. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. നമ്മൾ വാങ്ങിൻ്റെ അതാ കഷ്ണം കഷ്ണമാക്കിയിട്ട് കഴുകിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളിച്ചിക്കണേ, പൊട്ടാതിരിക്കാൻ. വാങ്ങിൻ്റെ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുന്നിട്ട് ചൂട് കൊള്ളിച്ചിട്ട് അത് പൊട്ടാതിരിക്കാൻ. ഇതാ 2 നേന്ത്രപ്പഴം ചെറുതാക്കി നുറുക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പഴുപ്പ് കുറഞ്ഞൊരു പഴമാണ്, അപ്പോൾ അത് കാരണം ഞാൻ വേറെ വാട്ടിയത് കേട്ടോ. നല്ല പഴുത്ത പഴം ചേർക്കണതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ ചെറുതാക്കി നുറുക്കിയിട്ട് നമുക്ക് അതിലേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പിന്നെ വാട്ടിയിട്ട് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ഇതാ ഇത് പഴം കുറച്ച് വേവ് പഴം പഴുപ്പ് കുറവായ കാരണമാണ് കേട്ടോ. പക്ഷേ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നല്ല പഴുത്ത പഴം എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ചട്ടാൻ കൊണ്ടിട്ട് ഒന്നും കൂടെ ഉടച്ചു കൊടുത്താൽ മതി ഇറക്കി വെച്ചതിൻ്റെ ശേഷം. വെന്തത് നമ്മൾ ചേർത്തതല്ലേ. നമുക്കിത് ഇതാ ചെറിയ ഉരുളാക്കിയിട്ടുണ്ടല്ലോ എടുക്കാം. അങ്ങനത്തെ ഉരുളാക്കിയിട്ട് വാഴൻ്റെ ഇലയിൽ ലേശ നെയ്യ് പരട്ടിയിട്ട് പരത്താം. നമുക്ക് ഈ നെയ്യ് തന്നെ നമുക്കൊരു ലേശം സ്പൂണായിട്ട് വരുത്തി കൊടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇതാ നമ്മൾ റൗണ്ടിനോട് പരത്തിയിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇത്ര ഉള്ളി പണി. ഇനി ഇത് നമ്മൾ ഇഡ്ഡലി ചെമ്പിലുണ്ടല്ലോ ആവിയിൽ വേവിക്കുക. നമുക്ക് എല്ലാതും ഇങ്ങനെ ഇതേപോലെ ആക്കി എടുത്താലോ. ഇതേപോലെ പരത്തിയിട്ട് അമർത്തുക, മടക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ വീതി കുറഞ്ഞാലാണെങ്കിൽ നീളത്തിനും പരത്താം. ജസ്റ്റ് കൈമ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് പരത്തി കൊടുക്കുക. അതിച്ചിട്ട് വെള്ളാതെ നനക്കരുത് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ വെള്ളം തെച്ചിട്ട് ആവി വരുന്നുണ്ട്. ഇത് വെന്ത സാധനമാണെങ്കിലാ ഇതെല്ലാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒരു 10 മിനിറ്റ് ആവി കൊണ്ടാൽ മതിയാവും കേട്ടോ. അങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളിത് പരത്തുമ്പോഴുണ്ടല്ലോ ഒരു കയ്യേറ്റ് ഇങ്ങനെ
വിരലുകൊണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ തടച്ച് വെച്ചിട്ട് വേണം നമുക്ക് മറ്റേ കൈ കൊണ്ട് പരത്താൻ. എന്നാലേ പിന്നെ ചുറ്റുഭാഗമൊന്നും വിള്ളലില്ലാതെ കിട്ടുള്ളൂ. ഇതാ മക്കളെ, നമ്മളിത് അടുപ്പത്തുനിന്ന് എടുത്ത് ഇതൊന്ന് തുറന്ന് നോക്കിയാൽ കണ്ടാ ഇത് ആവി തള്ളണം കണ്ട. ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു അടാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ നല്ല ഒരു വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരും നിങ്ങളുടെ മുന്നിലേക്ക്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ മക്കളുണ്ടല്ലോ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് തരാനോ കമൻറ്റ് തരാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. പിന്നെ വാങ്ങിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ കഴുകണേ.